نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يسأل أيان يوم القيامة فإذا برق البصر وخسف القمر وجمع الشمس والقمر يقول الإنسان يومئذ أين المفر. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ശാസ്ത്രം വലിയ കൗതുകത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു സൂര്യഗ്രഹണത്തിനാണ് നമ്മൾ സാക്ഷിയായിട്ടുള്ളത്. അത്ഭുതത്തോടുകൂടി ആകാശലോകത്തേക്ക് കണ്ണും നട്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുവട്ടങ്ങളിലുമൊക്കെയുണ്ട്. ശാസ്ത്രത്തിന് ഇതൊരു കൗതുകമാണെങ്കിലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം ഈ കൗതുകത്തിനപ്പുറത്ത് അള്ളാഹുവിൻ്റെ ചില അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട സന്ദർഭമാണിത്. സൂര്യനും ചന്ദ്രനുമൊക്കെ നമ്മുടെ ഒന്നും മനുഷ്യരുടെ നിയന്ത്രണത്തിൽപ്പെട്ടതല്ല എന്ന് ഓരോ ഗ്രഹണവും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ സംവിധാനങ്ങൾക്ക് ഒരു മാറ്റവും വരുത്താൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് മനുഷ്യനെ ഓരോ ഗ്രഹണവും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എത്ര നിസ്സാരമായ പല സംഗതികളിലും മനുഷ്യൻ ഇടപെടുന്നുണ്ട്. പക്ഷേ പ്രപഞ്ച സംവിധാനങ്ങളിൽ വരുന്ന ഈ മാറ്റങ്ങളിൽ നമ്മളുടെ ഉദ്ദേശശുദ്ധിക്കനുസരിച്ച്, നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇതിനെ ഒന്ന് മാറ്റിമറിക്കാൻ, ഒന്ന് നേരെയാക്കി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നത് നമ്മുടെ നിസ്സഹായാവസ്ഥയെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് ഓർമ്മിക്കാനുള്ള ഒരു അവസരവുമാണ് എന്നതാണ് ഓരോ ഗ്രഹണത്തിലും നമ്മൾ ബോധ്യപ്പെടേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഓരോ സംഗതിയിലും, പ്രപഞ്ചത്തിൻ്റെ ഓരോ സംവിധാനത്തിലും മാറ്റം വരും. അള്ളാഹുവിൻ്റെ നിയമപ്രകാരമാണ് അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയരാകേണ്ടി വരും എന്നതും നമുക്ക് ചിന്തിക്കാൻ പറ്റും. വലിയ സംവിധാനമാണ് ആകാശ പ്രപഞ്ചങ്ങളെക്കുറിച്ചുള്ള ലോകമെന്ന് പറയുന്നത്. അതിൻ്റെ സംവിധാനങ്ങളിൽ മാറ്റം വരുന്നുവെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നിമിഷങ്ങൾ കൊണ്ട് പല മാറ്റങ്ങൾക്കും അള്ളാഹുവിന് സാധ്യമാക്കാൻ കഴിയുമെന്ന ഒരു ബോധവും ഈ ഗ്രഹണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ലോകാവസാനത്തിന്റെ ചില സൂചനകളെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ ഗ്രഹണങ്ങളുടെ ആധിക്യവും ഗ്രഹണം സംഭവിക്കുന്നതിനെ കുറിച്ചുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലക്ക് ഗ്രഹണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സന്ദർഭത്തിൽ, ഗ്രഹണം നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അല്ലാഹുവിനെ മറന്ന് ജീവിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് തിരിഞ്ഞ് ജീവിതത്തിലെ യഥാർത്ഥ മനുഷ്യനായി, നല്ലൊരു മനുഷ്യനായി, പാകപ്പിഴവുകളൊക്കെ തിരുത്തി നല്ലൊരു മുഅ്മിനായി, മുഅ്മിനത്തായി മാറാനുള്ള ഒരു അവസരമാണ് ഇത്തരം സന്ദർഭങ്ങൾ എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സൂര്യനും ചന്ദ്രനും
അതുപോലെ തന്നെ ഭൂമിയുമൊക്കെ നോക്കൂ, അതിനൊക്കെ ന്യൂനതകളുണ്ട് എന്നത് അള്ളാഹു ഇതിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. സൂര്യനെ ആരാധിക്കുന്നവരുണ്ട്, ചന്ദ്രനെ ആരാധിക്കുന്നവരുണ്ട്, ഭൂമിയെ ദൈവമായി അംഗീകരിക്കുന്നവരുണ്ട്. ഇതൊക്കെ പടച്ചവനാണ് എന്ന നിലക്ക് ആരാധനകൾ അർപ്പിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ അവരുടെ നിശ്ചിതമായ റൂട്ടിൽ പോകേണ്ട ഒരു സംഗതിക്ക് മാറ്റം വരുന്നു എന്നതിനാൽ തന്നെ അതിനൊക്കെ പോരായ്മകളുണ്ട്. ഒന്നും പൂർണ്ണമല്ല എന്ന് ഇത്തരം സംഭവങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അള്ളാഹു മാത്രമാണ് പരിപൂർണമായിട്ടുള്ളത് എന്ന് ബോധ്യപ്പെടേണ്ട ഒരു സന്ദർഭമാണ് ഇത്തരം സന്ദർഭം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നമുക്ക് ചെയ്യാനുള്ളത് പ്രിയപ്പെട്ടവരെ, അനുഗ്രഹങ്ങളൊക്കെ വലിയ ദൃഷ്ടാന്തങ്ങളാണ്. ഒരുപാട് ഗുണം നമുക്കിതുകൊണ്ടുണ്ട്. സൂര്യൻ ഒരുപാട് ഗുണം നൽകുന്നുണ്ട്, ചന്ദ്രൻ നമ്മൾക്ക് ഗുണപരമായുള്ള ഒരുപാട് സംഗതികൾ സഹായിക്കുന്നുണ്ട്, ഭൂമി നമുക്ക് ഗുണം നൽകുന്നുണ്ട്. പക്ഷെ ഇത്തരമൊക്കെ അനുഗ്രഹങ്ങൾ ഒരു ഘട്ടത്തിൽ നമുക്ക് പരീക്ഷണങ്ങളായേക്കാം. കാറ്റിന്റെ ഗതി മാറിയേക്കാം, സൂര്യന്റെ ചലനം വ്യത്യസ്തപ്പെട്ടേക്കാം, ചന്ദ്രന്റെ ഗതികൾ മാറിയേക്കാം, ഭൂമിയുടെ സ്വഭാവം തന്നെ മാറിയേക്കാം. ഓരോ തലത്തിലും നമുക്ക് അനുഗ്രഹമായേക്കുന്ന പലതും നമുക്ക് പരീക്ഷണമായി തന്നെ വന്നേക്കാമെന്ന് ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് പരമാവധി അള്ളാഹുവിലേക്ക് അടുക്കുക, തൗബ ചെയ്ത് മടങ്ങുക, ധാരാളമായി അള്ളാഹുവിൽ തസ്ബീഹുകൾ വർദ്ധിപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോവുക എന്നതാണ്. സൂര്യനും ചന്ദ്രനും ഒക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നുണ്ട്. വമിൻ ആയാതിഹി അല്ലൈലു വന്നഹാർ വശംസു വൽ ഖമർ ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമരി വസ്ജുദൂ ലില്ലാഹി അല്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. സൂറത്ത് ഫുസ്സിലത്തിലെ 37-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, രാത്രി നിങ്ങൾക്കൊരു അത്ഭുതമാണ്, ദൃഷ്ടാന്താണ്, പകല് നിങ്ങൾക്കൊരു ദൃഷ്ടാന്താണ്. വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും ഒക്കെ നമുക്ക് അത്ഭുതങ്ങളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ, എന്നാൽ സൂര്യനെയും ചന്ദ്രനെയും മുമ്പിലല്ല നിങ്ങൾ സുജൂദിൽ വീഴേണ്ടത്, അവർക്കല്ല നിങ്ങൾ ആരാധനകൾ പ്രണാമങ്ങൾ അർപ്പിക്കേണ്ടത് എന്ന് ഖുർആൻ പറയുന്നു. വസ്ജുദൂ ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുക. അല്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, ഇതിനൊക്കെ സംവിധാനിച്ച സൃഷ്ടിച്ച അള്ളാഹുവിനെയാണ് നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത്, അള്ളാഹുവിനാണ് നിങ്ങൾ ആരാധനകൾ അർപ്പിക്കുന്നത് എങ്കിൽ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഗ്രഹണം കണ്ടാൽ എന്താ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി പഠിപ്പിച്ച സുന്നത്താണ് നമ്മളിപ്പോ എടുത്തത്. വൈദാ റഅയ്തുമുഹുമാ ഫകബ്ബിറു, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക. വദുഉല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് നന്നായി പ്രാർത്ഥിക്കുക. വസല്ലു, നിങ്ങൾ നമസ്കരിക്കുക. വതസദ്ദഖു, നിങ്ങൾ ദാനധർമ്മങ്ങൾ ധാരാളമായി ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ഗ്രഹണ നമസ്കാര വേളയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് സ്വർഗ നരകങ്ങളെ കുറിച്ച് കാണിച്ചു കൊടുത്തത് എന്ന് ഹദീസുകളിൽ കാണുന്നുണ്ട്. കൂടുതൽ നരകത്തിന്റെ അവസ്ഥകളെ കുറിച്ചൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഈ ഒരു ഗ്രഹണ നമസ്കാരത്തിൽ, അന്ന് സംഭവിച്ച ഒരു ഗ്രഹണ നമസ്കാരത്തിലാണ് അള്ളാഹു മനസ്സിൽ തെളിയിച്ചു കൊടുത്തത് എന്ന് കാണാൻ കഴിയും. അതിനുശേഷം റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു ആ ഖുതുബയിൽ, മുഹമ്മദിൻ വല്ലാഹ്, അള്ളാഹുവാണ് സത്യം, ലൗ തഅലമൂന മാ അലമു ലളഹിഖ്തും ഖലീല വലബകൈതും കസീറ, ഞാൻ കണ്ടതെങ്ങാനും ഞാൻ മനസ്സിലാക്കിയതെങ്ങാനും ഞാൻ അറിഞ്ഞ പ്രകാരം എങ്ങാനും നിങ്ങളത് അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളൊന്നും ജീവിതത്തിൽ കൂടുതൽ സമയം ചിരിയും കളിയും തമാശയിട്ട് പോകുമായിരുന്നില്ല. നിങ്ങൾ കൂടുതൽ സമയം അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരയുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പൂച്ചയെ കെട്ടിയിട്ട് നരകത്തിൽ പോയ ഒരു സ്ത്രീയുടെ സംഭവം നമ്മൾ മദ്രസകളിൽ നിന്നേ പഠിക്കുന്നതാണ്. ഈ സംഭവത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മനസ്സിൽ കാണിച്ചു കൊടുത്തത് ഈ ഗ്രഹണവുമായി ബന്ധപ്പെട്ട നമസ്കാരത്തിലായിരുന്നു എന്ന് റസൂലുള്ളാഹി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉച്ചക്ക് വെള്ളവും ഭക്ഷണമൊന്നും കൊടുക്കാതെ കെട്ടിയിട്ട് കരുണ കാണിക്കാതിരുന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ് അവിടെ സൂചിപ്പിച്ചത്. അതൊക്കെ ഒരു നാൽക്കാലിയോട് അല്ലെങ്കിൽ ഒരു മൃഗത്തോട്, ഒരു ജന്തുവിനോട് എത്രത്തോളം കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച ദീന് ആ മനുഷ്യരോട് എത്ര കാണിക്കേണ്ടി വരും എന്നതാണ്. പലപ്പോഴും നമ്മൾ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് കരുണകൾ വറ്റിപ്പോകുന്നു. മാതാപിതാക്കളോട്, സഹജീവികളോട്, സഹപ്രവർത്തകരോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, സഹോദരങ്ങളോട്, സഹോദരിമാരോട്, കുടുംബ ബന്ധുക്കളോട്, അയൽവാസികളോട്, സമൂഹത്തിലെ ജീവികളോടൊക്കെ ധാരാളമായി കരുണയുണ്ടാകേണ്ടവരാണ് നമ്മൾ എന്നത് മറക്കാതിരിക്കുക. ഗ്രഹണവും അന്ത്യനാളും സംബന്ധിച്ച് റസൂലുള്ളാഹി ഓർമ്മിപ്പിച്ച ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഗ്രഹണം ഉണ്ടായപ്പോ റസൂലുള്ളാഹി നമസ്കാരത്തിന് വേണ്ടി ഓടുകയാണ്. അപ്പോ റസൂലുള്ളാഹിന്റെ പടക്കുപ്പായ എടുത്ത് ഓടിപ്പോയി. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ആരോടാണ് യുദ്ധം, എവിടെയാണ് യുദ്ധം, എന്താണ് പ്രശ്നമെന്ന്. റസൂലുള്ളാഹി പറഞ്ഞു, അപ്പോഴാണ് ഓർക്കുന്നത്, മാറിയെടുത്തു പോയതാണ്. നമസ്കാരക്കുപ്പായ എടുത്ത് ഓടിപ്പോ പകരം പടക്കുപ്പായ എടുത്ത് റസൂലുള്ളാഹി ബദ്ധപ്പാടിൽ ഓടിപ്പോയ സംഭവങ്ങളൊക്കെ ഗ്രഹണവുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ ശിക്ഷയാണോ എന്ന് ഭയപ്പെട്ട് റസൂലുള്ളാഹി ഓടിയ സന്ദർഭമായാണ്
അതിനെ മുഫസ്സിറുകളും മുഹദ്ദിസുകളും ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അന്ത്യനാളിനോട് അടുക്കുന്ന സന്ദർഭത്തോടെ കൂടി നമ്മുടെ ഗ്രഹണവും ധാരാളമായി വർദ്ധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് സൂചനകൾ നൽകുന്നുണ്ട്. ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഒക്കെ ഇടക്കിടക്ക് ഉണ്ടാകുമെന്നതാണ്. റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞപ്പോ സഹാബികൾ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് മത്താ ദാലിക, എപ്പോഴാണ് അത് ഉണ്ടാകുക? എങ്ങനെയാണ് ഖിയാമത്ത് നാളിന്റെ അലാമത്തുകൾ നമുക്ക് പ്രകടമാവുക? റസൂലുള്ളാഹി പറഞ്ഞു, മദ്യം, വിചാരം, അതുപോലെ തന്നെ താളമേള വാദ്യങ്ങളൊക്കെ ധാരാളമായി നാട്ടിൽ പെരുകും, ആളുകളെയും മുഴുകും. ഇതൊന്നും വലിയ തിന്മയല്ലാതായി ആളുകൾക്ക് തോന്നും. അത്തരം ഒരു സന്ദർഭം കണ്ടാൽ ഇത്തരത്തിലുള്ള ഗ്രഹണങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഖിയാമത്ത് നാളിലേക്ക് ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഖുർആൻ പറഞ്ഞല്ലോ, ഖിയാമ. പല ആളുകളും പരിഹാസത്തോടു കൂടി ചോദിക്കും, എപ്പോഴാണ് ഖിയാമത്ത് നാളെ എന്ന്. ഖുർആൻ പറയുന്നുണ്ട്, കണ്ണഞ്ചിപ്പോകുന്ന ഒരു സമയം മതിയേന്. കൂടുതൽ സമയമൊന്നും കാത്തിരിക്കാനുണ്ടാവില്ല. ഒരു നിമിഷങ്ങളുടെ നിമിഷം മതിയാകും. നിങ്ങളുടെ കണ്ണുകളൊക്കെ അന്താളിച്ചു പോകും. അതുപോലെ തന്നെ ഖമർ, ചന്ദ്രന്റെ പ്രകാശം കെട്ടുപോകും. സൂര്യനും ചന്ദ്രനുമൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെടും. മനുഷ്യൻ ചോദിക്കും, എവിടേക്കാണ് ഓടി രക്ഷപ്പെടുക എന്ന് മനുഷ്യന് ചിന്തിക്കും. ഖുർആൻ പറഞ്ഞു, രക്ഷപ്പെടാൻ ഇനി വഴിയൊന്നുമില്ല. ഇലാ റബ്ബിക യൗമഇദിനിൽ മുസ്തഖർ, റബ്ബിലേക്കാണ് നിങ്ങളുടെ മടക്കമെന്ന് ഖുർആൻ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തും. നോക്കൂ, നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോവുക എന്നതാണ്. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മളെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് നമ്മൾ അതിനോട് സമരസപ്പെട്ടും സഹിച്ചും സഹകരിച്ചും ഒക്കെ പോവുക എന്നതാണ്. അള്ളാഹു ഇന്നിവിടെ നമസ്കാരത്തിൽ ഒരുമിച്ച് കൂടിയ ആളുകൾക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് ഇതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഖിയാമും നമ്മുടെ സുജൂദും നമ്മുടെ റുക്കൂവും ഒക്കെ അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇങ്ങനെ ഒരു നമസ്കാരം നിർവഹിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ശരീരത്തിന്റെ ആവതും ആഫിയത്തും എവിടെയൊക്കെ പ്രശ്നമുള്ളത് നമുക്ക് മനസ്സിലാകുക. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് എന്ന് ബോധ്യപ്പെടും. അപ്പോഴാണ് ഇമാം ഇവിടെ ഒരു ശ്വാസം വിടുമ്പോൾ നമ്മൾ വിചാരിക്കും, ഒന്ന് റുക്കൂവിൽ പോയിരുന്നെങ്കിൽ, റുക്കൂ പോയാൽ തോന്നും ഒന്ന് എണീച്ചാൽ മതിയേനെയും, സുജൂദ് പോയാൽ തോന്നും അവിടെ നിന്ന് എണീച്ചാൽ മതിയേനെയും. പിന്നെ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ നമ്മൾ നോക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒക്കെ കാലിൽ നീരുകെട്ടുമാറ് നമസ്കരിക്കുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ വയലു പറയും. നല്ല സുഖമാണ് വയലു പറയാൻ. പക്ഷെ അതിങ്ങനെ പ്രാക്ടിക്കലാക്കി നോക്കുമ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹി ഒക്കെ എത്രയാണ് ആ സ്വർഗലോകം നേടിയെടുക്കാൻ ത്യാഗം ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട. അള്ളാഹു നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ഒക്കെ രോഗങ്ങളെ എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിപൂർണ ശിഫ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കൊക്കെ അള്ളാഹു ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ പോരായ്മകൾ അള്ളാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ തൗബകൾ സ്വീകരിക്കുമാറാവട്ടെ. കൂടുതൽ നന്മകൾ ചെയ്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിതം ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും കാലവിപത്തുകളിൽ നിന്നും പ്രപഞ്ച വിസ്മയങ്ങളുടെ അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഖളാ ഖദറുകളൊക്കെ അടുത്തു വരുമ്പോഴേക്കും, നമ്മുടെ അവസാന സമയമാകുമ്പോഴേക്കും ഒക്കെ നമ്മൾ പരിശുദ്ധരായി വിശുദ്ധരായി മാറാനുള്ള സമയം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ തരത്തിലുമുള്ള പാപങ്ങളിൽ നിന്നും മോചിതരായി മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അവർക്കൊക്കെ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളെയും അള്ളാഹു സഫലമാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم إنا نعوذ بك من عذاب جهنم. اللهم إنا نعوذ بك من عذاب القبر. اللهم إنا نعوذ بك من فتنة المسيح الدجال. اللهم إنا نعوذ بك من فتنة المحيا والممات. اللهم اغفر لنا يا غافر المذنبين. اللهم ارحم لنا يا أرحم الراحمين. اللهم ارزق لنا يا خير الرازقين. اللهم أنت ولينا في الدنيا والآخرة.
توفنا مسلمين وألحقنا بالصالحين اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.